ഹലോ ഗൈസ്, ഡ്രീംസ് ഓഫ് ടെക് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പല ആളുകളും കുറേ അധികം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് നമ്മുടെ വാട്സപ്പ് ടി വിയിലോട്ട് ആക്കാമെന്ന്. അതായത് നമ്മുടെ ഒരു ഫോണ് യൂസ് ചെയ്യുന്ന ഒരു വാട്സപ്പിനെ നമുക്ക് ടി വിയിലോട്ട് ആക്കാനും പറ്റും. രണ്ടിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടി വിയിലായിട്ട് ഒരു അക്കൗണ്ടിൽ യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കറക്റ്റായിട്ട് നോക്കാൻ പോകുന്നത്. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് നോർമൽ ടി വികളിൽ പറ്റില്ല, അതായത് നോർമൽ ടി വികളിൽ പറ്റില്ല. ഇത് പറ്റുന്നത് ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വികളിൽ മാത്രം. ഓക്കെ, അതായത് ആൻഡ്രോയിഡ് ടി വി തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് ആൻഡ്രോയിഡ് സെറ്റപ്പ് ബോക്സ് ആയാലും മതി. ഞാൻ ആൻഡ്രോയിഡ് ടി വി ബോക്സിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അൺബോക്സിങ് ഇട്ടിട്ടുണ്ട്, റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഫസ്റ്റ് അൺബോക്സിങ് കാണുക, എന്നിട്ട് റിവ്യൂ കാണുക. ഓക്കെ, കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ കൊടുത്തേക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടൻറ്റ്സ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങൾക്ക് രണ്ട് മെത്തേഡാണെന്ന് പറഞ്ഞു. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രോമിലൂടെ, അതായത് ഒരു ക്രോമിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫോണിലുള്ളത് നിങ്ങൾക്ക് വാട്സപ്പിലായിട്ട് മിറർ ചെയ്യുന്ന പോലെ, മിറർ ചെയ്യല്ല, നിങ്ങൾക്ക് ആ ഒരു ഇതിൽ വരുന്ന എല്ലാ മെസ്സേജും നിങ്ങൾക്ക് നിങ്ങളുടെ ടി വിയിൽ അക്സസ് ചെയ്യാൻ പറ്റും. അത് മെയിനായിട്ട് യൂസ് ആവുന്നത് ആർക്കാന്ന് വെച്ചാൽ ഈ ഒരു ഓൺലൈൻ ക്ലാസ് യൂസ് ചെയ്യുന്ന ആളുകൾക്കാണ്. അപ്പോൾ അവരുടെ ഫോണിലുള്ളത് ടി വിയിൽ, അതായത് ആൻഡ്രോയിഡ് ടി വികളിൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ടി വി ബോക്സ് വാങ്ങിയിട്ടുള്ളവരാണെങ്കിൽ അതും ഇതിൽ കിട്ടും. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ടി വി ബോക്സ് ആണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാത്തവർ കാണുക. അപ്പോൾ ഞാൻ എങ്ങനെയാന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ നമ്മുടെ ക്രോം ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ക്രോം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സെർച്ചിൽ ചെന്നിട്ട് വാട്സപ്പ് ഓപ്പൺ സെർച്ച് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക. ഓക്കെ, ജസ്റ്റ് വാട്സപ്പ് വെബ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ വേർഷൻ ആണ്, ഈ ഒരു ക്രോമും മൊബൈൽ വേർഷൻ ആണ്. അത് നിങ്ങൾക്ക് പി സി വേർഷൻ ആക്കണം, അതായത് ഡെസ്ക്ടോപ്പ് വ്യൂ ആക്കണം. അതിനായിട്ട് ഈ സൈഡിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അടിയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന്, അത് ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്യാവശ്യം ഒരു സ്ട്രോങ് ആയിട്ടുള്ള നെറ്റ് കണക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഡിലേ വരും. പിന്നെ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഫോണിൽ എപ്പോഴും നെറ്റ് ഓൺ ആക്കിയിട്ട് വാട്സപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കണം, എങ്കിൽ മാത്രമേ ഇതിൽ വരിക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ വരില്ല. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു QR കോഡ് നിങ്ങളുടെ വാട്സപ്പിൽ സ്കാൻ ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 3 ഡോട്ട് കാണും, അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വാട്സപ്പ് വെബ് എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്കാനർ ആയിരിക്കും വരിക, നിങ്ങൾ ഇവിടെ സ്കാൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് കുറച്ച് ടൈം ലോഡ് ആവാൻ എടുക്കും, അതായത് നിങ്ങളുടെ ആ ഒരു ഫോണിൽ നെറ്റ് ഓൺ ആണെങ്കിൽ മാത്രമുള്ളൂ ഇത് കറക്റ്റ് ആവുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫെയിൽ ആയി പോകും. പിന്നെ നിങ്ങൾ എപ്പോഴാണോ നെറ്റ് ഓൺ ആയി വാട്സപ്പ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ടൈമിൽ മാത്രമുള്ളൂ ഇത് ഫുള്ളായിട്ട് കറക്റ്റ് ആവുക. ഇതിന് അത്യാവശ്യം ഒരു ലോഡിങ് ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നിങ്ങളുടെ ഫോൺ ഇത് ഫുള്ളായിട്ട് ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. കീപ് യുവർ ഫോൺ കണക്റ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട് ഇവിടെ, അതായത് നിങ്ങളുടെ ഫോണ് ഇപ്പോൾ കണക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നിങ്ങൾക്ക് വരില്ല. നിങ്ങൾക്ക് അവിടെ കോണ്ടാക്ട്സ് കാര്യങ്ങളൊക്കെ അവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നിങ്ങൾക്ക് ഇവിടെ വാട്സപ്പ്, നിങ്ങൾക്ക് ഇതിൽ എന്താണോ നിങ്ങളുടെ വാട്സപ്പിൽ വന്നത് അത് നിങ്ങൾക്ക് ഇതിലോട്ടും കാസ്റ്റ് ചെയ്ത് കാണുന്ന പോലെ കാണാൻ പറ്റും. ഇപ്പോൾ ഓരോരോ വോയിസ് ആണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം, അങ്ങനെയുള്ള എല്ലാം നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ വീഡിയോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഫോട്ടോസ് വന്നതൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇതിൽ തന്നെ ആക്സസ് ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഗാലറിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ടാവും, ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഗാലറിയിലോട്ട് ലഭിക്കും. അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചാനലിന്റെ ഗ്രൂപ്പാണ്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 40ഓളം മെമ്പേഴ്സ് അതിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം, കറക്റ്റായിട്ട് ഞാൻ അതിന് ആൻസർ തരും. ഞാൻ അപ്പോൾ ഇവിടെ കുറേ ആളുകൾ എന്നോട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതിനൊക്കെ കറക്റ്റായിട്ട് തന്നെ ഞാൻ ആൻസറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോണിലും നിങ്ങളുടെ ടി വിയിലോ അഥവാ കമ്പ്യൂട്ടറുകളിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും വാട്സപ്പ്. ഓക്കെ, മൾട്ടി പർപ്പസ് നിങ്ങൾക്ക് വർക്കാവും. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഫോണിൽ ഒരു അക്കൗണ്ട്, ടി വിയിൽ വേറൊരു അക്കൗണ്ട്, അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് വലുതായിട്ട് നിങ്ങളൊന്നും കാട്ടേണ്ടതില്ല. നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് ഇതവിടെ സാധാരണ നമ്മൾ ഫോണിൽ
കാണുന്ന പോലെ തന്നെ വാട്സപ്പ് ഇവിടെ കാണും. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുക. നമ്മൾ എങ്ങനെയാണ് ഒരു ഫോണിൽ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആണ് നിങ്ങൾ ഈ ഒരു ടി വിയിലും യൂസ് ചെയ്യേണ്ടത്. അത് ഞാൻ വിത്ത് പ്രൂഫ് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ചില ടി വികളിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അലേർട്ട് വരും. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓക്കെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നോർമലായിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ വെരിഫൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വേറൊരു അക്കൗണ്ട്, നിങ്ങൾക്ക് ടി വിയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ വേറൊരു അക്കൗണ്ട് യൂസ് ചെയ്യാം. സോറി, കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ഇങ്ങനെ കഴിയില്ല. കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് മെത്തേഡ് 1 മാത്രം വർക്കാവുള്ളൂ. കമ്പ്യൂട്ടറിൽ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം കമ്പ്യൂട്ടറിൽ ഇത് വർക്കാവില്ല. അത് ആൻഡ്രോയിഡ് ടി വികളിൽ മാത്രം വർക്കാവുള്ളൂ. ഓക്കെ, ആൻഡ്രോയിഡ് ടി വി ബോക്സുകളിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ നമ്പർ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇത് അപ്പോൾ ഇവിടെ കാണുന്നുണ്ടാവും. എൻ്റെ വാട്സപ്പ് ഇതാ ഇതിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മറ്റൊരു അക്കൗണ്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ യൂസ് ചെയ്യാം. ചില ആളുകൾക്ക് കുറേ അധികം സംശയമുണ്ട്. കുറേ ആളുകൾ എന്നോട് ഗ്രൂപ്പിൽ ചോദിച്ചതാണ്. അപ്പോൾ അതിന് വിത്ത് പ്രൂഫ് ഞാൻ എന്താ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് സാധാ ഒരു മൊബൈലിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ടി വിയിലോട്ടും അഥവാ കമ്പ്യൂട്ടറുകളിലൊക്കെ വരാൻ. കമ്പ്യൂട്ടറിൽ അതായത് ഡെസ്ക്ടോപ്പിൽ നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ മെത്തേഡ് 1 മാത്രമേ പറ്റുള്ളൂ. മെത്തേഡ് 2 പറ്റില്ല. അങ്ങനെ വാട്സപ്പ് നിങ്ങൾക്ക് പി സിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ പല സോഫ്റ്റ്വെയർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നിങ്ങൾക്ക് എമുലേറ്റേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് എനിക്കറിയില്ല. നിങ്ങൾക്ക് മറ്റേതെങ്കിലും യൂട്യൂബ് വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ടി വികളിലും നിങ്ങൾക്ക് കമ്പ്യൂട്ടറുകളിലും നിങ്ങൾക്ക് മെത്തേഡ് 1 യൂസ് ചെയ്യുക. മെത്തേഡ് 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടി വികളിൽ മാത്രം. ഓക്കെ, ആൻഡ്രോയിഡ് ടി വികളിൽ മാത്രം, ടി വി ബോക്സുകളിലും ആവാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇന്നും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ട് ഞാൻ അതിന് റിപ്ലൈ തരും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് കാണാം. സീ സൂൺ. ബൈ.